ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ നടക്കുന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബ്രസീലും ജപ്പാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പകരക്കാരന്റെ വേഷത്തിൽ തന്നെയായിരിക്കും ഈ മത്സരത്തിലും നെയ്മർ കളിക്കുക. പക്ഷേ ജപ്പാനെതിരെ എപ്പോഴും മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ. 9 ഗോളുകൾ ജപ്പാനെതിരെ ഇതിനോടകം തന്നെ നെയ്മർ നേടിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ജാപ്പനീസ് താരമായ കെൻഡോ ഷിയോഗയോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു. അതായത് നെയ്മർ ജപ്പാന് ഒരു വെല്ലുവിളിയാകുമോ എന്നായിരുന്നു കെൻഡോയോട് ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി രസകരമായ രൂപത്തിലാണ്. അതായത് നെയ്മർ ഇപ്പോൾ പഴയ നെയ്മർ അല്ല, നെയ്മറുടെ ആ പഴയ മികവൊന്നും ഇപ്പോൾ ഇല്ല, അദ്ദേഹത്തെയും ബ്രസീലിനെയും പേടിയില്ല എന്ന തരത്തിലാണ് ജപ്പാനിന്റെ മുന്നേറ്റ നിര താരമായ കെൻഡോ ഷിയോഗ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്കെതിരെ നെയ്മർ ഗോളടിച്ച് കൂട്ടിയത് കുറെ മുൻപാണ്. അന്നത്തെ നെയ്മർ അല്ലല്ലോ ഇപ്പോഴത്തെ നെയ്മർ. ആ പഴയ നെയ്മർ ഇപ്പോൾ ഇല്ല. ഞങ്ങൾ ഇപ്പോൾ നല്ല ഷെയ്പ്പിലാണ് ഉള്ളത്. നിലവിൽ വേൾഡ് കപ്പിൽ ഫ്രാൻസും അർജന്റീനയുമാണ് ഏറ്റവും കരുത്തർ. ബ്രസീലിനെ അങ്ങനെ ആരും കിരീട ഫേവറേറ്റുകളായിക്കൊണ്ട് പരിഗണിക്കുന്നില്ല. ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടൊന്നുമില്ല. ബ്രസീൽ ഇപ്പോഴും ശക്തരാണ്, പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ല. ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതാണ് കെൻഡോ ഷിയോഗ പറഞ്ഞിട്ടുള്ളത്. അതായത് പണ്ട് നെയ്മർ ജപ്പാനെതിരെ നടത്തിയതുപോലെയുള്ള പ്രകടനങ്ങൾ ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയില്ല, ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ബ്രസീലിനേക്കാൾ കരുത്തർ മറ്റു പല ടീമുകളാണ്. ബ്രസീലിന് ഇത്തവണ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നില്ല. ബ്രസീൽ പഴയ പോലെ അത്ര സ്ട്രോങ് അല്ല എന്നൊക്കെയാണ് ഈ ജാപ്പനീസ് താരം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ജപ്പാന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരിക്കും ജപ്പാൻ ഈ മത്സരത്തിന് വേണ്ടി ഇറങ്ങുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.